പുതിയതായിട്ട് PSC പഠിക്കാൻ ഇറങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സാധാരണയായിട്ടുണ്ടാവുന്ന ചില ആശങ്കകളും പേടിയുമാണ്. ഒരുപാട് കാലങ്ങളായിട്ട് ഈ പറയുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകളുണ്ട്. അതുപോലെ എന്നെക്കാൾ നന്നായിട്ട് മുൻകാലങ്ങളിൽ മാർക്ക് വാങ്ങിയ, അതായത് സ്കൂളുകളിലും കോളേജിലും ഫസ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ എന്നെക്കാൾ നല്ല ക്വാളിഫിക്കേഷനുള്ള, അതായത് ഡിഗ്രി PG പോലെയുള്ള വലിയ വലിയ ക്വാളിഫിക്കേഷനുള്ള ആളുകളുണ്ട്. ഇവരോടൊക്കെ മത്സരിച്ച് നല്ലൊരു റാങ്ക് വാങ്ങാൻ എനിക്ക് സാധിക്കുമോ എന്നുള്ള ഭയമുള്ള പുതിയ ഉദ്യോഗാർത്ഥികൾ ഒരുപാടുണ്ട്. അപ്പോ ഇത്തരക്കാരോട് പറയാനുള്ളത്, നമ്മളൊരു ജനറൽ PSC എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോ 1,00,000 ആളുകൾ അപ്ലൈ ചെയ്യുന്ന ഒരു പരീക്ഷ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ 1,00,000ത്തിൽ ഒരു 20,000 പേരെങ്കിലും എക്സാം എഴുതാൻ തയ്യാറാണ് എന്ന കൺഫർമേഷൻ കൊടുക്കാറില്ല. ബാക്കി വരുന്ന 80,000 ആളുകളിൽ ഒരു 10,000 പേരെങ്കിലും എക്സാം സ്കിപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കും. അവര് കൺഫർമേഷൻ കൊടുത്താൽ പോലും എക്സാമിന്റെ ദിവസം അവര് ആബ്സെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ മനഃപൂർവ്വമോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇവർക്ക് എക്സാം എഴുതാൻ പറ്റാറില്ല. ഇപ്പോ 70,000ത്തിൽ ഒരാളായി മാറി നിങ്ങൾ. ഇനി ഈ പറയുന്ന 70,000 പേരിൽ ഒരു 50,000 പേരെങ്കിലും നിങ്ങളെപ്പോലെ ഈ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ ചിന്തിച്ച് പരീക്ഷ എഴുതാൻ വരുന്ന ആളുകളായിരിക്കും. അവർ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല, മുൻകാല ചോദ്യ പേപ്പറുകൾ നോക്കിയിട്ടുണ്ടാവില്ല, വ്യക്തമായിട്ട് സിലബസ് എന്താണെന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല. സാധാരണ ബാക്കി എല്ലാവരും എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇങ്ങനൊരു എക്സാം നടക്കുന്നുണ്ട്, ഞാൻ അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, എങ്കിൽ ഞാൻ പോയി എഴുതിക്കോളാം എന്നുള്ള രീതിയിൽ പരീക്ഷ എഴുതാൻ വരുന്നവരായിരിക്കും ഈ 50,000 ആളുകൾ. ഇപ്പോ 20,000ത്തിൽ ഒരാളായി മാറി നിങ്ങൾ. ഇനി ബാക്കി വരുന്ന 20,000 ആളുകളിൽ ഒരു പകുതി പേരെങ്കിലും പ്രോപ്പറായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അവര് റിവിഷൻ ചെയ്തിട്ടുണ്ടാവില്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും മുഴുവനാക്കാനുള്ള സമയമോ സന്ദർഭമോ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോ ഇനി വരുന്ന 10,000 ആളിൽ ഒരാളായി മാറി നിങ്ങൾ. ഈ 10,000 ആളുകളിൽ നിന്ന് റാങ്ക് മേടിക്കുന്ന അല്ലെങ്കിൽ ജോലി വാങ്ങുന്ന ആളായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം നിങ്ങൾക്കെതിരായിരിക്കണം. അതായത് ഈ പറയുന്ന ഒഴിവാകുന്ന ആളുകളിൽ നിങ്ങൾ ഉൾപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് പ്രോപ്പറായിട്ട് സിലബസ് കവർ ചെയ്യണം, അതുപോലെ റിവിഷൻ നല്ല രീതിക്ക് നടത്തണം, പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ പഠിക്കണം. അതുപോലെ എക്സാം വരെ പ്രോപ്പറായിട്ട് ഓരോ ദിവസവും, അതായത് ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാതെ വ്യക്തമായിട്ട്, ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും ഒരു ദിവസം പോലും നിങ്ങൾ ഗ്യാപ്പ് കൊടുക്കാതെ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെ കഴിഞ്ഞിട്ടുള്ള അർഹത മാത്രമേ ബാക്കി വരുന്ന ആളുകൾക്ക് ഈ ഒരു ജോലിയിലേക്ക് ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ആളുകളുടെ എണ്ണമല്ല, അവരുടെ ക്വാളിഫിക്കേഷൻ അല്ല, അവർ മുൻകാലങ്ങളിൽ കോളേജുകളിലോ സ്കൂളുകളിലോ വാങ്ങിയ മാർക്കുകളല്ല ഈ പറയുന്ന PSC പരീക്ഷയിൽ ഒരാൾക്ക് ജോലി ലഭിക്കാനുള്ള അർഹത ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ആ ഒരു 1.5 മണിക്കൂർ സമയത്തെ പരീക്ഷയെ നിങ്ങൾ, ആ ഒരു 1.5 മണിക്കൂർ സമയം പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് എത്ര എഫേർട്ട് നിങ്ങൾ നൽകിയിട്ടുണ്ടോ